ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ലോങ് ട്രെയിൻ ജേർണിക്ക് ശേഷം രാജസ്ഥാനിലെ ജയ്സാൽമേർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് രാവിലെ എത്തി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്ന റിസോർട്ടിലോട്ടാണ്. കൺട്രി സൈഡ് റിസോർട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരുന്ന റൂംസിലോട്ടൊക്കെ ഞങ്ങൾ പോയി ഫ്രഷ്നപ്പായി. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പതുക്കെ ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഒരു ഡെസേർട്ട് സഫാരിയാണ് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരെ അതിന് വേണ്ടി പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുന്ന ടൈമിൽ അവർ ക്യാമൽസിനെയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ക്യാമൽ റൈഡിന് വേണ്ടിയിട്ട്. 1 minute later. വേറിന് വേണ്ടിയൊന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് മാറ്റി തന്ന ഒരൊറ്റ ധൈര്യത്തിൽ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത്. രാജസ്ഥാൻ വരെ വന്നിട്ട് ക്യാമൽ റൈഡ് ചെയ്യാൻ പോകുന്നത് മോശമല്ലേടാ എന്ന് ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പിന്നെ കയറി. അപ്പോൾ നമ്മൾ തിരിച്ചു തെല്ലുന്ന ടൈമിൽ അവിടെ റിസോർട്ടിലെ ആൾക്കാർ നമ്മൾ അവരുടെ ട്രഡീഷണൽ രീതിയിൽ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു.
നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഞങ്ങളെ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുൽദാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോണ്ടഡ് വില്ലേജ് കാണിക്കാനാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് 1825 മിസ്റ്റീരിയസ്ലി അബൻഡൻ ചെയ്യപ്പെട്ട ഒരു വില്ലേജാണ്. ലൈക്ക് രാത്രി സമയങ്ങളൊന്നും ഇവിടെ ആരുമില്ല. പകൽ സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ, വിസിറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ കാലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ മൂവിയുടെ മെയിൻ ലൊക്കേഷൻ തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഗഡിസർ ലേക്കിലോട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ജയ്സൽമേർ ഫോർട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഷോർട്ട് വ്ലോഗ് തീരും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.